വാഹന വിപണി രംഗത്ത് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മാരുതി സുസുക്കിയുടെ 2022 നിരത്തിലിറങ്ങിയ SUV സെഗ്മെന്റിൽപ്പെട്ട ഗ്രാൻഡ് വിറ്റാരയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ യുവർ അനസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വീഡിയോ. ഇന്ന് ഗ്രാൻഡ് വിറ്റാരയുടെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവെക്കാൻ പോകുന്നത് AM മോട്ടോഴ്സ് നെക്സയുടെ RM മിസ്റ്റർ ആഷിഖ്. ഹായ്, വെൽക്കം ആഷിഖ്. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക്, അതായത് മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര പ്രേക്ഷകർക്ക് ആഷിഖിന് പങ്കുവെക്കാനുള്ളത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മാരുതി സുസുക്കിയിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് മോഡലായ ഗ്രാൻഡ് വിറ്റാര, ടോപ്പ് സെല്ലിംഗ് SUV മോഡലായ ഗ്രാൻഡ് വിറ്റാരാണ് ഈ വണ്ടി. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. 27.97 km/L ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു പ്രൊഫൈൽ നോക്കാം. ഫ്രണ്ട്, റിയർ, രണ്ട് സൈഡ്സ്, പിന്നെ ഇന്റീരിയർ, പിന്നെ എഞ്ചിൻ സ്ട്രക്ചർ, ട്രാൻസ്മിഷൻ. ഇതാണ് നമുക്ക് നോക്കാൻ പോകും. നമുക്ക് ഇതിന്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ നോക്കാം അല്ലേ? ആഷിഖ് പറഞ്ഞു. ഓക്കെ, ഇതില് ഫ്രണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്നത് LED DRLs ആണ് വരുന്നത്. ഒരു ക്യൂബാണ്, ക്യൂബ് ആയിട്ടാണ് രീതിയിൽ വരുന്നത്. 3 ക്യൂബ് ആയിട്ടാണ് വരുന്നത്. ഒരു ബോൾഡ് ആയിട്ടും സ്റ്റൈലിഷ് ലുക്ക് ആയിട്ടാണ് തോന്നിക്കുന്നത് വണ്ടിയിലെ. വൈൽഡ് ആയിട്ടുള്ള വിൻഷീൽഡ് നമുക്ക് ഇതിൽ കാണാം അല്ലേ? ഒരു വെക്ടർ വിസിബിലിറ്റി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഹിഡൻ വൈപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഹിഡൻ വൈപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വൈപ്പറിന്റെ മറവ് അവിടെ കാണില്ല. അതുപോലെ തന്നെ 2 ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ ഒരു സ്റ്റൈലിഷ് ഒന്നും കൂടെ എലഗന്റ് ആക്കണം. അത് മാരുതിയിൽ കാണാത്ത ഒരു സ്ഥിരം കാണാത്ത ഡിസൈനിൽ നിന്ന് മാറിയിട്ട് ഒന്നുകൂടെ ഒരു ഡിസൈൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അടുത്തതായി നമുക്ക് വരുന്നത് പ്രൊജക്റ്റഡ് LED ഹെഡ്ലാമ്പ് ആണ് വരുന്നത്. അത് കൂടുതലും വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഡ്രൈവർക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ലോങ് വിസിബിലിറ്റി. അതെ, ലോങ് വിസിബിലിറ്റി കിട്ടും. അടുത്തത് നമുക്ക് വരുന്നത് ക്രോം ഫിനിഷ് ആണ്. അതെ, ഈ ക്രോം ഫിനിഷ് വണ്ടിക്ക് ഒരു ബോൾഡ് ലുക്കാണ് നമുക്ക് നൽകുന്നത്. അതെ, നെക്സ്റ്റ് ബേ ഗ്രിൽസ് ആണ് ഈ ഗ്രിൽസിന്റെ പേര് വരുന്നത്. അത് കുറച്ചുകൂടി അതെ. കൂടാതെ നമുക്ക് ഇതിന് താഴെ 360 ഡിഗ്രി വ്യൂ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത്. അതെ അതെ അതെ. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ഗ്ലോസി ബമ്പർ ലിപ്പാണ്, ഫ്രണ്ട് ബമ്പർ ലിപ്പാണ് വരുന്നത്. അതെ അതെ. ഇതാണ് ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത് ആക്ച്വലി അല്ലേ? ആക്ച്വലി അതിന്റെ ഒരു ബമ്പർ ലിപ്പൊക്കെ അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു സെറ്റ് പ്രൊഫൈൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്ത സൈഡ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 17 ഇഞ്ച് മെഷീൻ കട്ട് അലോയ്സ് ആണ് വരുന്നത്. അതായത് 17 ഇഞ്ച് മെഷീൻ കട്ട് അലോയ്സ് ആണ്. ഇത് ഡയമണ്ട് അല്ല, മെഷീൻ കട്ട് അലോയ്സ് ആണ്. നമ്മള് ഫുൾ ഓപ്ഷനിലേക്കാണ് ഈ വണ്ടികൾ ഈ അലോയ്സ് കാണാൻ പറ്റുക. ഇത് ബേസ് വേരിയന്റിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇത് സ്റ്റീൽ വീൽ ആയിട്ടാണ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഫെൻഡർ ഗ്രാൻഡ് വിറ്റാര ഭയങ്കരമായിട്ട് ഇതിന്റെ ഒരു വീലർക്ക് ഒരു പ്രത്യേക ഡിസൈനാണ് ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഒരു ഫെൻഡർ ഭാഗം അത്യാവശ്യം ഒരു കാണാൻ ഒരു എന്താ പറയുക, ഒരു എലഗന്റ് ലുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ലൈനസ് ഭയങ്കര ഒരു യുണീക്നെസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു എൻഡ് മുതൽ മറ്റൊരു എൻഡ് വരെ ആ ഒരു ആക്ച്വലി ആ ലൈന് ഭയങ്കരമായിട്ട് ഇതിനെ ഇതാക്കിയിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലൈൻ. അതുപോലെ തന്നെ ഒരു ORMs കാണാം അല്ലേ? അതെ. ഇതിന്റെ കൂടാതെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ പെഡസ്ട്രിയൻസിന് കാണാൻ പറ്റിയ വിസിബിലിറ്റി രീതിയിലാണ്. ഓട്ടോമാറ്റിക് നമുക്ക് ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും കഴിയും. ഓട്ടോ ഫോൾഡ് അൺഫോൾഡ്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഒരു UV പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണ്, ഇന്റർ ഗ്ലാസ്. അതായത് ഒരു അൾട്രാവയലറ്റ് ലക്ഷണങ്ങളെ ഉള്ളോട്ട് അബ്സോർവ് ചെയ്യാത്ത രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് പാസഞ്ചേഴ്സിന് കൂടുതൽ കംഫർട്ട് ഉള്ള രീതിയിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കീലെസ് എൻട്രി ആണ് വരുന്നത്. കീലെസ് എൻട്രി അതായത് നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സഹായിക്കും. അതായത് നമുക്ക് മാനുവലി കീ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളെ കീ നമ്മളെ ബാക്ക് പാക്കിലോ പോക്കറ്റിലോ എവിടെയെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. യെസ്, പാസീവ് എൻട്രി, പാസീവ് സ്റ്റാർട്ട്. അതായത് കീ നമ്മൾ ഉണ്ടായാൽ മതി, അത് ഇവിടെ ഡിറ്റച്ച് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് അൺലോക്ക് ചെയ്യാനും ശരി. പിന്നെ എനിക്ക് എടുത്തു പറയാവുന്നത് ഇതിന്റെ ഒരു Q10, അതായത് 210 mm, അതായത് 20.10 സെന്റിമീറ്റർ വരുന്ന ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്ത് പറയാവുന്നതാണ്. അതാണ് ഇതിന്റെ ഒരു SUV എന്നുള്ളതിൽ ഇത് കൊടുക്കുന്നത്. 3 പില്ലേഴ്സ് വരുന്നുണ്ട് അല്ലേ? A പില്ലർ വരുന്നുണ്ട്, B പില്ലർ വരുന്നുണ്ട്, C പില്ലർ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൂടെ കാണാം.
അതുപോലെ തന്നെ ബാക്ക് പ്രൊഫൈലൊക്കെ വരുമ്പോൾ നമുക്ക് 45 ലിറ്റർ ആണ് ഇതിന്റെ ക്രോം എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ഭയങ്കരമായിട്ട് ഭംഗി വെക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 210 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളത്. നമുക്ക് ബാക്ക് പ്രൊഫൈൽ നോക്കിയാലോ. കൂടാതെ നമുക്ക് SUV സെക്ടറിൽ റൂഫ് റെയിൽ കൂടുതലും ഒരു വിസിബിലിറ്റി അതായത് സഹായിക്കും, സ്ട്രോങ്നെസ് ഉണ്ട്. നമ്മൾ റിയർ വ്യൂവിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ടൈൽ ലാമ്പ് വരുന്നുണ്ട്, കണക്ടിങ് ടൈൽ ലാമ്പ്. അതെ, ഒരു ലോങ്ങിൽ വരുന്ന വണ്ടികൾക്ക് അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വണ്ടി പോകുന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതെ, ഇത് നമുക്ക് അടുത്ത വരുന്നത് ഡിഫോക്കസ് ആണ്, റിയർ ഡിഫോക്കസ്. അത് ബാക്കിൽ, അതായത് ഡ്രൈവേഴ്സിന് ഇനി ഫോഗി ഞാൻ മനസ്സിലാക്കിയത് ഈ റിയർ ഡിഫോക്കസിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ലൈൻസ് ഇങ്ങനെ കാണും. അത് ഈ വണ്ടിയിൽ ഡിസൈൻസ് ആണോ എന്നുള്ളത് പലരും കരുതി വെച്ചിട്ടുള്ളത്. ആക്ച്വലി ഒരു ചെമ്പാണ്, ഒരു കോപ്പറാണ്. ഇതിനൊരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ യാത്ര പോകുന്ന ആളുകളാണ് അല്ലേ. അതോടൊപ്പം പല ക്ലൈമറ്റിലും, അത് കേരളം എന്നുള്ളത് ഒരു മൺസൂൺ ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് വെയിൽ, മഴ, കേസ് ക്ലൈമറ്റുകളൊക്കെ വരാറുണ്ട്. ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു ആശയ്ക്കൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ ചുരം കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്ലാസ്സിൽ, വിൻഷീൽഡ് ആണെങ്കിലും നമ്മളെ അറൗണ്ട് ഗ്ലാസ്സിലാണെങ്കിലും ഒരു കോട വന്നിട്ട് മൂടും. അപ്പോൾ കോട വന്നിപ്പോൾ ബാക്കിലത്തെ റിയറിൽ കാണുമ്പോൾ ഷീൽഡിൽ വരുമ്പോൾ നമുക്കൊരു ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് സപ്പോർട്ട് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിലൂടെ നമ്മൾ റിയർ ഡിഫോക്കസ് ഫ്രണ്ടിൽ ഡിജിറ്റൽ പ്രസ് ചെയ്യുമ്പോൾ ഇതിലൊരു ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ് പാസ് ചെയ്യണം. കറണ്ട് പാസ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ്ലി ഇതിൽ മൂടിയിട്ടുള്ള മിസ്റ്റിനെ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്ത് കളയാം. അതൊരു എക്കാലത്തും വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, ഒരു ഫീച്ചറാണ് ഈ റിയർ ഡിഫോക്കസ് എന്ന് പറയുന്നത്. കോട ഒന്ന് മൂടിയാൽ, മിസ്റ്റ് ഒന്ന് മൂടിയാലൊക്കെ അതിന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. ഒന്നും കൂടെ ട്രാൻസ്പെറൻസി, ഒന്നുകൂടി ക്ലിയറൻസ് നൽകുക എന്നുള്ളതാണ് ആ ഒരു ഓപ്ഷൻസ്. ഇത് ബേസ് മുതൽ ഈ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു വൈപ്പേഴ്സ് കാണാം അല്ലേ. ഓക്കെ, ഇതില് ഓട്ടോ വൈപ്പറാണ്, അതായത് ഇതില് വെള്ളം വരും, പാസ് ചെയ്യാനുള്ള വാട്ടർ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ മൗണ്ട് സ്റ്റോക്ക് നമുക്ക് കാണാം, ഒരു ഇന്റഗ്രേറ്റഡ് സ്പോയിലേഴ്സ് കാണാം അല്ലെ. അതുപോലെ തന്നെ കാണുന്നുണ്ട്. അതൊന്നും കൂടെ നമ്മളെ എയറോഡൈനാമിക്കിന് ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യില്ലേ, മൈലേജ് കാറ്റിനെ റെസിസ്റ്റ് ചെയ്യാന്നുള്ളതിന് ഷാർപ്പിന്റെ ആൻറ്റിന. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാൻഡ് വിറ്റാറിന്റെ അല്ലെ ആയിട്ടുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇതൊക്കെ പറഞ്ഞു അല്ലെ. നമുക്ക് അതിന് മുമ്പിൽ ഇതിലൊരു ബൂട്ട് സ്പേസ് കൂടി പറയാം. ഇതിപ്പോ 2 ഹൈബ്രിഡ്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞു, സ്ട്രോങ് ഹൈബ്രിഡും സ്മാർട്ട് ഹൈബ്രിഡും. അപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡിൽ എത്ര നമുക്ക് കപ്പാസിറ്റി വരുന്നത്? കപ്പാസിറ്റി വരുന്നത് നമുക്ക് 265 ലിറ്റർ ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നത്, സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോൾ 265. അത് സ്ട്രോങ് ഹൈബ്രിഡ് കിടക്കുമ്പോൾ, സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് 375 ലിറ്റേഴ്സ് ആണ്. സ്മാർട്ടില് 375, സ്ട്രോങ്ങില് 265. ഒരു റിയൽ പാർസൽ ട്രെയിൻ നമുക്ക് ഇതിൽ കാണാം അല്ലെ. ഒക്കെ ബൂട്ട് സ്പേസിലോട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. ഞാനിവിടെ നമ്മൾ വണ്ടി നോക്കുമ്പോൾ ഇവിടെ ഒരു ഹൈബ്രിഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ബാഡ്ജിങ് ഉണ്ട്. എന്താണ് ഹൈബ്രിഡ്? അതായത് നമ്മൾ കുറെ സ്ട്രോങ് ഹൈബ്രിഡ് ഉണ്ട്, കുറെ സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. എന്താണ് ഹൈബ്രിഡ്? ഹൈബ്രിഡ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഈ ഹൈബ്രിഡ് ബാഡ്ജിങ് ഉദ്ദേശിക്കുന്നത് ഫുള്ളി ഹൈബ്രിഡ് ആണ്. അതായത് ഈ മൈലേജിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുള്ളി ഹൈബ്രിഡ്. അതായത് ഹൈ വോൾട്ടേജ് ബാറ്ററിയാണ് ഇത്, വലിയ ബാറ്ററിയാണ് വരുന്നത്. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ പുതിയൊരു ടെക്നോളജിയാണ്. അതായത് നമുക്കിതിൽ ഫ്യൂലും വരുന്നുണ്ട്, പ്ലസ് ഒരു ചെറിയൊരു ബാറ്ററി ഇതിൽ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബാറ്ററിയിലാണ് അത് വണ്ടി ഓടുന്നത്. ഇപ്പൊ ഫ്യൂൽ ഇല്ല അതിൽ, ഫ്യൂലുണ്ട്, കൂടാതെ ഫ്യൂലുണ്ട്. സ്മാർട്ടിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു ബാറ്ററി സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ IGS എന്ന് പറയില്ലേ, IST ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടിംഗ് ജനറേറ്റർ. അതായത് മെയിൻലി ഫ്യൂൽ കൺസപ്ഷൻ കുറക്കുക എന്നുള്ളതാണ് അതിന്റെ പർപ്പസ്. അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോഴൊക്കെ അത് ഈസിലായിരിക്കും അതിന്റെ ബാറ്ററി പോകുന്നത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട് ഇവിടെ തന്നെ അല്ലെ, സെൻസേഴ്സ് കാണാം. അതേപോലെ തന്നെ ഇവിടെയും ലിപ്പ് കൊടുത്തിട്ടുണ്ട്, അതും ഗ്ലോസി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡിനെ കുറിച്ചൊന്നും കൂടെ കൂടുതലായിട്ട് പറയാം. എങ്ങനെയാണ് ഹൈബ്രിഡിന്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്? ഓക്കെ, ഗ്രാൻഡ് വിറ്റാറില് നമുക്ക് 2 ഹൈബ്രിഡ് വേർഷൻസ് ആണുള്ളത്. ഒന്ന് സ്മാർട്ട് ഹൈബ്രിഡും ഒന്ന് സ്ട്രോങ് ഹൈബ്രിഡും. സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാഡ്ജിങ് നേരെ നീല ഒരു സ്മാർട്ട് ഹൈബ്രിഡ് എന്ന രീതിയിൽ ബാഡ്ജിങ് ആണ് വരാം. ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്, ഒരു ബ്ലാക്ക് രീതിയിലാണ് വരുന്നത്, അത് ഹൈബ്രിഡ് ആണ്. ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. ഇനി സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഡെഫിനിഷൻ നിങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് ഒരു ചെറിയൊരു ബാറ്ററി,
ചെറിയൊരു ബാറ്ററി ടോർക്കിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എഞ്ചിൻ സപ്പോർട്ട് പ്ലസ് ഇലക്ട്രിക് സപ്പോർട്ട് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്മാർട്ട് ഹൈബ്രിഡ് യൂസ് ചെയ്യുന്നത്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെഹിക്കിൾ ആൾറെഡി റണ്ണിങ് മൂവിങ് ആകുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ച് ബാറ്ററിയോട്ട് ചാർജ് കയറുന്ന പ്രക്രിയയാണ് ഈ റീജനറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഈ റീജനറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ മോട്ടോർ മുമ്പോട്ട് മാറും. അതായത് ഇതിൽ ബാറ്ററി ഉണ്ട് പ്ലസ് ഒരു മോട്ടോർ കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഈ മോട്ടറിൽ നിന്നാണ് നമ്മൾ കറണ്ടും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ മോട്ടോർ മുമ്പോട്ട് കറങ്ങും. ഓക്കെ, ഈ ആക്സിലേറ്റർ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഈ മോട്ടോർ ബാക്കോട്ടും കറങ്ങും. അപ്പോൾ ഈ ഇതിലൊരു ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയം മോട്ടർ ജനറേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ജനറേറ്ററിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ ബ്രേക്കിന്റെ കൈനറ്റിക് എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യാം. ഇൻ കേസ് ഈ വണ്ടി ഒരു കയറ്റത്തിലോ അല്ലെങ്കിൽ ഒരു പിക്കപ്പിന് ആവശ്യമുണ്ടെങ്കിൽ, വണ്ടിയുടെ പിക്കപ്പിന് ഒരു സഹായം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഇലക്ട്രിക് സപ്പോർട്ടും പ്ലസ് എഞ്ചിൻ സപ്പോർട്ടും കൂടി വന്നിട്ട് ഒരു പുള്ളിങ് വണ്ടിക്ക് സഹായിക്കും. ഇതാണ് റീജനറേറ്റീവ് എന്ന് പറയുന്നത്. അതെ. എത്രയാണ് നമ്മളെ ഈ ഒരു ബാറ്ററിന്റെ ഒരു വാറന്റി അല്ലെങ്കിൽ വെഹിക്കിളിന്റെ ഒരു വാറന്റി വരുന്നത്? വെഹിക്കിളിന്റെ വാറന്റി വരുന്നത് നമുക്ക് 1,60,000 കിലോമീറ്റർ ഓർ അല്ലെങ്കിൽ നമുക്ക് 6 വർഷമാണ് വാറന്റി. സെഗ്മെന്റ് 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ ആണ്. ബാറ്ററിക്ക് എത്ര വാറന്റി? ബാറ്ററിക്ക് നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിന്റെ വരുന്നത് നമുക്ക് 8 വർഷമാണ് വാറന്റി. കിലോമീറ്റർ നമുക്ക് ഇതുവരെ ഡെഫിനറ്റ് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. ഇത് നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ബാറ്ററി ഉണ്ട് ബാക്കിൽ. അതായത് നമുക്ക് രണ്ടൊരു പാർട്ടാണ് വരുന്നത്. ഇതിന്റെ നേരെ താഴെയാണ് ബാറ്ററി വരുന്നത്. ഇതിന് നമുക്ക് കമ്പനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ 27.97 കിലോമീറ്റർ പെർ ലിറ്റർ വരുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ്. നമുക്ക് മാനുവലി ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമുക്ക് 21.27 ആണ് കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ നേരെ മറിച്ച് 20.08 കിലോമീറ്റർ പെർ. റിയറിലേക്ക് നമുക്ക് നോക്കുമ്പോ നമുക്ക് ഇതൊരു ഡിക്കി ലൈറ്റ് വരുന്നുണ്ട്, ബൂട്ട് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ പാർസൽ ട്രേ ഉണ്ട്. പാർസൽ ട്രേ റിമൂവ് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും കഴിയും. അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്ക് ലഗേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വെക്കാം. കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അതേപോലെ വെക്കാം. ഹൈഡ്രോളിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം ഒരു സ്ട്രോങ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഇതിന്റെ ഒരു GNCAP ഗ്ലോബൽ എൻക്യാപ്പ് പ്രകാരം ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ആ റേഞ്ചിലാണ് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. ക്ലോസ് ചെയ്യാം. നമുക്ക് ഇതിന്റെ ബാക്കിലൊന്ന് പാസഞ്ചർ ഡ്രൈവിലൊന്ന് ഇരുന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫർട്ടാണ്. ആക്ച്വലി നമുക്ക് നല്ലൊരു ഹെഡ് റൂം ഉണ്ട്, ആക്ച്വലി നല്ല ലെഗ് റൂം ഉണ്ട്. അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ട് തോന്നിയിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2 ബോട്ടിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോട്ടിൽ സ്പേസ്. റിയറിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റിയർ AC വിൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ എയർ ഫ്ലോ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, പിന്നെ 2 സി ടൈപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സി ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനോട്ട് വരുമ്പോൾ അത്യാവശ്യം ഒരു ലെതേർഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് റിക്ലൈനിങ് വരുന്നുണ്ട്. ഓക്കെ, ഒരു 2 സ്റ്റെപ്പ് റിക്ലൈനിങ് വരുന്നുണ്ട്. അതായത് സീറ്റ് ഒന്ന് ഞാൻ ഹോൾഡ് ചെയ്തു, ഇതൊരു നോർമൽ രീതി. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ റിക്ലൈൻ ചെയ്ത് ഒന്നുകൂടി റിലാക്സ് ചെയ്തിരിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഹെഡ് റെസ്റ്റും കാണും. ഓക്കെ, പിന്നെ അൾട്ടിമേറ്റ്ലി പറയാനുള്ളത് ഇതിൻ്റെ പാനോറമിക് സൺറൂഫാണ്. 2 പാനലായിട്ടാണ് ഇത് പാനോറമിക് സൺറൂഫ് വരുന്നത്. നോർമലായിട്ട് ബാക്കിലോട്ട് പോകുന്നത്. ഓക്കെ.